നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് പറ്റിയൊരു കക്ഷിയാ. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറയാം. നീ എന്റെ കൂടെ വരാൻ തയ്യാറാണോ? അർച്ചനടുത്തിടെ തന്ത്രം പൊളിക്കാൻ ഏത് പിശാചിനെ കാണാനും ഞാൻ തയ്യാറാണ്. ആതിരയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അർച്ചനടുത്തിടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കില്ല. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. സച്ചേൺ എന്നോടെല്ലാം പറഞ്ഞു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞതല്ലേ. ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. നീ ഇപ്പൊ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. എന്റെ കാര്യം അറിയാലോ. എപ്പോഴാ എന്താ സംഭവിക്കാന്നൊന്നും അറിയില്ല. എനിക്കെന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് നിന്റെ ജീവിതം സുരക്ഷിതമാക്കണം. നീ എന്നും ഈ നെല്ലിശ്ശേരി വീട്ടിലുണ്ടാവണം. അതിനുവേണ്ടിയാ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാനിവിടെ എപ്പോഴും ഉണ്ടല്ലോ അച്ഛ. എന്റെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ച് അച്ഛൻ സ്വന്തം മക്കളെ ശത്രുക്കളാക്കരുത്. ആ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി കൂടിയാ. ഇപ്പൊ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്കതിന് സാധിച്ചില്ലെന്ന് വരും. അച്ഛൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ സ്നേഹ അച്ഛന്റെ ശത്രുവായി. നേരത്തെ തന്നെ അവക്ക് എന്നെ ഇഷ്ടമല്ല. ഇപ്പോ ഇതും കൂടി ആവുമ്പോ അവൾ എന്റെ കുഞ്ഞിനെ കൂടുതൽ ദ്രോഹിക്കും. നിനക്ക് തെറ്റിപ്പോയി മോളെ. ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ നിയമപരമായി ആ കുഞ്ഞിന്റെ പേരിൽ ആവശ്യമുള്ള സ്വത്തുക്കളെല്ലാം എഴുതി വെക്കണം. അതിന്റെ ജീവിതം സുരക്ഷിതമാക്കണം. അതിനുശേഷം മാത്രമേ കുഞ്ഞിന്റെ കൈമാറ്റം പോലും അനുവദിക്കൂ. പക്ഷേ ഇവിടെ നിനക്ക് അതൊന്നും വേണ്ടി വന്നില്ല. ദൈവം ഈ കുഞ്ഞിനെ നിന്റെ കൺമുമ്പിൽ കൊണ്ട് തന്നു. നാളെ ആ കുഞ്ഞ് ഒന്നുമില്ലാത്തവളായി ഈ വീട്ടിൽ വളരാൻ പാടില്ല. ഈ വീട്ടിലെ സ്വത്തുക്കൾക്ക് അവകാശിയായെങ്കിൽ മാത്രമേ അവൾക്ക് അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയൂ. അതിനെനിക്കിത് ചെയ്തേ പറ്റൂ. അച്ഛൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നാളെ നന്ദേണ്ണൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിനും കൂടി കൊടുക്കേണ്ടതല്ലേ ഈ സ്വത്തുക്കളെല്ലാം? കൊള്ളാം. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കളെ കുറിച്ച് നീ ഇങ്ങനെയാണോ കരുതിയത്? എല്ലാവർക്കും ജീവിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ മുഴുവനൊന്നും ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി വെക്കാനൊന്നും പോകുന്നില്ല. അതിന്റെ ചെറിയൊരു ഭാഗം അത്രയേ ഉള്ളൂ. നാളെ നന്ദനൊരു കുഞ്ഞുണ്ടാവുമ്പോ അതിന് കൊടുക്കാനുള്ളതും ഞാൻ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. എന്നാലും സ്നേഹ അച്ഛന്റെ ശത്രുവായില്ലേ? അതും ഞാൻ കാരണം. അതൊന്നും നീ കാരണമല്ല. സ്വന്തം അച്ഛനെ ശത്രുപക്ഷത്ത് നിർത്തണമെന്നുള്ളത് അവളുടെ വിധിയാ. ഒക്കെ മാറും. പക്ഷേ നീ വളർത്തുന്ന കുഞ്ഞ് ഈ വീട്ടിൽ അഭിമാനത്തോടെ തന്നെ വളരണം. ആരും അവളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല. ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞാണ് അവളെന്ന് അവൾ അറിയാൻ പോലും പാടില്ല. അതാ കുഞ്ഞിന്റെ മനസ്സ് തകർക്കും. ആതിരയുടെയും നിന്റെയും കുഞ്ഞുങ്ങൾ ഈ വീട്ടിൽ എല്ലാ സന്തോഷത്തോടും ഒത്തൊരുമയോടും കൂടി ജീവിക്കണം. അതിനുവേണ്ടി അച്ഛനിത് ചെയ്തേ പറ്റൂ. നീ എന്നെ തടയാൻ നോക്കരുത്. അച്ഛാ, ഞാൻ പറയുന്നത്. നീ ഇനി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയണ്ട. ഞാൻ ഈ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അത് മാറ്റാൻ ഞാൻ മരിക്കണം. അച്ഛനെ സ്വാധീനിച്ച് കുഞ്ഞിന്റെ പേരിൽ സ്വത്ത് എഴുതി വാങ്ങിച്ചെന്നുള്ള പഴി ഞാൻ എന്നും കേൾക്കേണ്ടി വരും. അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കണ്ട. നിന്നാ പിന്നെ
അതിന് മാത്രമേ മോൾക്ക് സമയമുണ്ടാവൂ. മോള് സമാധാനത്തോടെ ചെല്ലേ. ശ്ശേ, നീ ഇങ്ങനെ കിടന്ന് ഭ്രാന്ത് കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ഈ സ്വത്ത് കൈമാറ്റം തടയണം. ഇനി അതിനെന്താ വേണ്ടെന്ന് ആലോചിക്ക്. ഈ രാജ്യത്ത് കോടതി നിയമമൊക്കെ ഉണ്ടെന്ന് കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വേണ്ടി വന്നാ കോടതി പോണം. എന്താ നിനക്ക് അതിനുള്ള ധൈര്യമില്ലേ? എന്റെ ധൈര്യത്തിന് ഒരു കുറവുമില്ല. ഏത് കോടതിയിലും പോവാൻ ഞാൻ തയ്യാറുവാ. പക്ഷെ സ്വത്തുക്കൾ അച്ഛന്റെ പേരിലല്ലേ? നിയമപരമായി അച്ഛൻ അത് കൊടുക്കാൻ തീരുമാനിച്ച എനിക്ക് എങ്ങനെ അത് തടയാൻ പറ്റും? ഒരു നല്ല വക്കീലിനെ കാണണം. അത് തടയാനുള്ള കുറുക്കുവഴിയൊക്കെ വക്കീല് പറഞ്ഞുതരും. കോടതിന്ന് സ്റ്റേയും കിട്ടും. അങ്ങനെ സ്റ്റേ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അതിനൊക്കെ പറ്റിയ ഒരാൾ എന്റെ കയ്യിലുണ്ട്. അഡ്വക്കേറ്റ് വെങ്കടേഷ്. വക്കീല് ആളൊരു പുലിയ. നിയമത്തിന്റെ വളവും തിരിവും കള്ളത്തരവും എല്ലാം എടുത്തിട്ട് അമ്മാനമാടാൻ മിടുമിടുക്കൻ. നമുക്ക് പറ്റിയൊരു കക്ഷിയാ. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറയാം. നീ എന്റെ കൂടെ വരാൻ തയ്യാറാണോ? അർച്ചനടുത്തിടെ തന്ത്രം പൊളിക്കാൻ ഏത് പിശാചിനെ കാണാനും ഞാൻ തയ്യാറാണ്. പിശാചല്ല, അഡ്വക്കേറ്റ് വെങ്കടേഷ്. ഞാനൊന്ന് വിളിക്കട്ടെ. സർ, ഇത് ഞാനാണ്, അവന്തിക. എനിക്ക് സാറിനൊന്ന് നേരിട്ട് കാണണം. ആ, പറ്റിയ ഇന്ന് തന്നെ. ശരി സർ, ഞാൻ വരാം. റെഡി ആയിക്കോ. വക്കീല് കാണാൻ സമ്മതിച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.